ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്ന ഗാർഡൻ ബെഡ് നമുക്ക് ഈസി ആയിട്ട് സെറ്റാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാർഡൻ ബെഡ് ഉണ്ട്. അതായത് മെറ്റലിൻ്റെ ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഇവിടെ വുഡിൻ്റെ ആണ്. ഇതിനു വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റോറിൽ പോയിട്ട് ഇവിടെ കുറേ അധികം വുഡ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പറ്റിയ മെഷർമെൻറ്റിന് പറ്റിയതായിട്ടുള്ളതും വളരെ കോസ്റ്റ്ലി അല്ലാത്തതുമായിട്ടുള്ള ഒരു വുഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 4 പീസ് വുഡ് എടുത്തിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ. ഇവിടെ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരിത് കട്ട് ചെയ്ത് തരും നമ്മൾ പറയുന്ന മെഷർമെൻറ്റിൽ. അതല്ല നമുക്ക് കട്ട് ചെയ്യാമെങ്കിൽ അറിയാമെങ്കിൽ അതങ്ങനെയും ചെയ്യാം. ഇവർ കട്ട് ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കൊടുത്ത മെഷർമെൻറ്റ്സിനനുസരിച്ച് അവരിത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഞങ്ങളിവിടെ സ്റ്റോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് 8 കല്ലുകളാണ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഓൾറെഡി തന്നെ കുറച്ച് ഭാഗം ഗാർഡനിങ്ങിന് വേണ്ടി വിട്ടിട്ടാണ് ഇവിടെ ഗ്രാസ് വെച്ചേക്കുന്നത്. സോ നമുക്കിവിടെ പ്ലാൻ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഇവിടെ ഗാർഡൻ ബെഡ് വെക്കണമെന്നും കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യണമെന്നും. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട്. എന്നാലൊട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണോ അതുമല്ല. പക്ഷെ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തണം ഇത് ചെയ്യാനായിട്ടുള്ള. മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ടും മെഷർമെൻറ്റും കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും മുഖ്യ കാരണം. നമുക്കൊരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെയും ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ പണി എങ്ങനെയാണെന്ന് നോക്കാം. 4 സൈഡിൽ നമ്മൾ ഈ കല്ലുകൾ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ വുഡ് ഇറക്കി വെക്കുകയാണ്. സോ ഇപ്പോൾ ഇതൊരു ബോക്സ് രൂപത്തിലായിട്ടുണ്ട്. നമ്മുടെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഒരു ഗാർഡൻ ബെഡാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗാർഡൻ സോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 5 ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ഫെർട്ടിലൈസറിൻ്റെ പാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും എത്രമാത്രം ഗാർഡൻ സോയിൽ വേണമെന്നും അല്ലെങ്കിൽ ഫെർട്ടിലൈസർ വേണമെന്നും ഉള്ള കാര്യം. സോ നമ്മൾ ഈ ബോക്സ് നിറച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.